പറയുന്നത് പോലെ നമുക്ക് വൈറ്റമിൻസ് മിനറൽസ് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡ് പാർട്ടിക്കിൾസിലും ഉണ്ട്. പൊതുവേ നമ്മൾ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് എപ്പോഴും മിനറൽസും വൈറ്റമിൻസും ഒക്കെ പുറത്തുനിന്ന് എടുത്താലേ കിട്ടുള്ളൂ എന്നുള്ളൊരു മിഥ്യയുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. കോവിഡ് കാലങ്ങളിൽ നമ്മൾ എപ്പോഴും കണ്ടുവന്നൊരു ശീലം നമുക്ക് എപ്പോഴും വൈറ്റമിൻ സിയുടെ എണ്ണം, നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് കൂടുതൽ എടുത്താൽ കോവിഡ് മാറും എന്നുള്ള ഒരു മിഥ്യാബോധം ഉണ്ടായിരുന്നു ആ സമയത്ത്. എപ്പോഴും നമ്മൾ അധികമായ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ഏത് കാര്യവും നമ്മൾ എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി യങ് ഏജിൽ കാണാറുണ്ട്. അതുമായിട്ട് അസോസിയേറ്റഡ് ഒരുപാട് പ്രോബ്ലംസ് കാണാറുണ്ട്. വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ ഇസ് എസെൻഷ്യൽ. ഡയറ്ററി സപ്ലിമെന്റ് കൊണ്ട് മാത്രം അത് മീറ്റ് ചെയ്യത്തില്ല. പ്രഗ്നൻസിയിൽ ചില ഫുഡ് ഐറ്റംസ് റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ ലിവർ കോട്ട്, ലിവർ ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ലൈക്ക് ഡ്രൈ മീറ്റ് അങ്ങനത്തെ ഒന്നും നമുക്ക് അധികം കൊടുക്കാൻ പറ്റില്ല. അതായത് കുട്ടികളിൽ കാണാറുണ്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കൊരു വാർണിംഗ് സൈൻ തരും. കുട്ടികൾ മണ്ണ് വാരി കഴിക്കുന്നതാണ്, അല്ലെങ്കിൽ ചില അയൺ അടങ്ങിയിട്ടുള്ള എന്താ പറയുക കീ ചെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിൽ വയ്ക്കും. ഹലോ ആൻഡ് വെൽക്കം ടു ടുഡേയ്സ് വൈറ്റൽ വോയിസസ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ വൈറ്റമിൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. എല്ലാവർക്കും അതിനെക്കുറിച്ചിട്ട് ഒരുപാട് കൺഫ്യൂഷൻസും മിസ്കൺസെപ്റ്റ്സും ഡൗട്ട്സും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇൻടേക്കിനെ കുറിച്ചിട്ടും ഡെഫിഷ്യൻസിയെ കുറിച്ചിട്ടും സിംറ്റംസിനെ കുറിച്ചിട്ടും എല്ലാം. ഇതിനെക്കുറിച്ചെല്ലാം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഇജാസ്, അവർ കൺസൾട്ടൻറ്റ് ഇൻ്റേണൽ മെഡിസിൻ. വെൽക്കം ഡോക്ടർ ഇജാസ് ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ. ഓക്കെ സാർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ് വൈറ്റമിൻസ്, മിനറൽസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് ഇതിൻ്റെ ഡെയിലി ഹെൽത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും കൂടെ. വൈറ്റമിൻസും മിനറൽസും എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് അത്യാവശ്യമായ ചില ഘടകങ്ങളിലൊന്നാണ്. നമ്മൾ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എനർജി തരുന്നു, ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട ധാതുക്കൾ, അതായത് ചെറിയ പദാർത്ഥങ്ങളാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് അഥവാ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുക. അത് പലതരമുണ്ട്. വൈറ്റമിൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ട്, വൈറ്റമിൻ എ, ഡി, ഇ, കെ, ഇതെല്ലാം ഫാറ്റ് സോലുബിൾ ആണ്. ബി കോംപ്ലക്സ് ആൻഡ് സി എന്ന് പറയുന്നത് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ്. ഇതാണ് ജനറലി വൈറ്റമിൻസിനെ പറ്റി പറയുന്നതും. രണ്ടാമത് നമുക്ക് മിനറൽസ് ഉണ്ട്. മിനറൽസ് നമുക്ക് ഒരുപാട് ചെറിയ സെയിം നമ്മൾ ഇനോർഗാനിക് പാർട്ടിക്കിൾസ് എന്ന് പറയും. എന്ന് പറയുമ്പോൾ നമുക്ക് കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, മോളിബ്ഡിനം, സെലീനിയം അങ്ങനെ തുടങ്ങി കുറേ ധാതുക്കൾ, ചെറിയ പദാർത്ഥങ്ങൾ. ഇതും ബോഡിക്ക് അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ്. നമുക്ക് നോർമൽ ഡയറ്റ്, നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഈ വൈറ്റമിൻസും മിനറൽസും കിട്ടാറുണ്ടോ? പൊതുവേ നമ്മൾ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് എപ്പോഴും മിനറൽസും വൈറ്റമിൻസും ഒക്കെ പുറത്തുനിന്ന് എടുത്താലേ കിട്ടുള്ളൂ എന്നുള്ളൊരു മിഥ്യയുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്ക് പൊതുവെ പറയുന്നത് പോലെ നമുക്ക് വൈറ്റമിൻസും മിനറൽസും നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡ് പാർട്ടിക്കിൾസിലും ഉണ്ട്. നമ്മൾ കഴിക്കുന്നത് നമ്മളൊരു ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റ്, അതായത് നമുക്ക് സീരിയൽസ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ പൾസസ് ആൻഡ് ലെഗ്യൂംസ്, ഇങ്ങനെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, എഗ്ഗ്, മീറ്റ്, ഫിഷ്, ഇപ്പോൾ ഇതൊക്കെ എല്ലാ ഫുഡ് പാർട്ടിക്കിൾസിലും നമുക്ക് വേണ്ടുന്ന, ബോഡിക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ട്. നമുക്ക് പുറത്തുനിന്ന് അതിനൊരു സപ്ലിമെൻ്റ് ആവശ്യം വരുന്ന ചില സമയങ്ങളുണ്ട്, അപ്പോൾ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് നമ്മളെല്ലാം നമ്മുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തിയാൽ നമുക്ക് എല്ലാ മിനറൽസും വൈറ്റമിൻസും ലഭിക്കും. അതെ, നമുക്ക് ജനറലി നമ്മുടെ എല്ലാ ഫുഡ് പാർട്ടിക്കിൾസിലും, ഫുഡ് കഴിക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസിലും നമ്മൾ കഴിക്കുന്നതിൽ എല്ലാ ന്യൂട്രിയൻസും കിട്ടും ജനറലി. പിന്നെ നമുക്ക് വേണ്ട ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ജനറലി ഇൽനെസ് ഉള്ള സമയത്ത്, ഒന്നെങ്കിൽ നമുക്ക് ബോഡിയിൽ അബ്സോർപ്ഷൻ കുറയുന്ന സമയം, അതായത് വയറിൻ്റെ ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ, അല്ലാതെ പക്ഷം നമുക്ക് ചില സമയങ്ങളിൽ ചില ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ന്യൂട്രിയൻസ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. B12 പോലത്തെ സപ്ലിമെൻറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ സൈഡ് ഇഫക്ട്സ് പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രം ചിലപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. ചില ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസീസ് വരാം. ഓറൽ ക്യാവിറ്റിയിൽ വാങ്കുലർ കീലൈറ്റിസ്, സ്റ്റോമറ്റൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു വായിൽ അൾസേഴ്സും കാര്യങ്ങളൊക്കെ ചില ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള പൊതുവെ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, കിട്ടുന്നുണ്ട്. അതെ, അവർ പറയുന്നത് ദേഹത്ത് ഭയങ്കരമായിട്ട് അമിതമായി ഹീറ്റ് കൂടിയിട്ട് വരുന്നതാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് വരാറുണ്ട് ഒരുപാട് പേര്. ഇപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാനുള്ള സപ്ലിമെന്റ്സ് ഉദ്ദേശിക്കുന്ന ആ സമയത്താണ് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുക യൂഷ്വലി. അതർവൈസ് നമ്മുടെ ബോഡിയിൽ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിൽ നിന്നും നമുക്ക് ഇൻക്ലൂഡഡ് ആണ്, കിട്ടുന്നുണ്ട് ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ നമ്മൾ കോവിഡ് ടൈമിലും ഇതുപോലെ നമ്മൾ ഒരു കോവിഡ് ബേസ്റ്റ് ഉണ്ടായ ടൈമിൽ വൈറ്റമിൻ സിയുടെ ഒരു കളിയായിരുന്നു. എല്ലാം ആ സമയത്ത് ഇറങ്ങുന്ന മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ പ്രോഡക്ട്സിലും വൈറ്റമിൻ സി എഴുതുന്ന ഒരു ഇതായിരുന്നു. അപ്പം അത് എന്താണ് അങ്ങനെ ഒരു റിലേഷൻ, അതിന്റെ ഒരു ഓവർ
യൂസേജ് നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണോ, അതിൻ്റെ സിംറ്റംസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്? എന്താണ് അതിൻ്റെ ഒരു റിലേഷൻ? വൈറ്റമിൻ സി ഞാൻ പറഞ്ഞല്ലോ, വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആണ്. നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ഡയറ്റ്, അതായത് നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും, നമ്മൾ പുളിപ്പുള്ള ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ നമുക്ക് പപ്പായ, ഗോവ, അങ്ങനത്തെ സംഭവങ്ങൾ, ഫ്രൂട്ട്സിലെല്ലാം നമുക്ക് നോർമലി വൈറ്റമിൻ സി കിട്ടുന്നുണ്ട്. ഇതിനൊരു റോൾ എന്ന് പറയുന്നത്, നമുക്ക് വൈറ്റമിൻ സി കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, അതായത് നമ്മുടെ ചില ഇമ്മ്യൂൺ ഘടകങ്ങൾക്ക് വൈറ്റമിൻ സി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ക്ലോട്ടിങ് ഫാക്ടേഴ്സ്, അതിൻ്റെയൊക്കെ ആക്ടിവേഷന് വേണ്ടിയിട്ടും വൈറ്റമിൻ സി ആക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരിക. ബ്ലീഡിങ് ഗമ്മ് അല്ലെങ്കിൽ സ്കർവി എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും പൊതുവേ നമ്മുടെ ന്യൂട്രിയൻസിൽ എല്ലാത്തിലും ഈ ഘടകം നമുക്കുണ്ട്. കോവിഡ് കാലങ്ങളിൽ നമ്മൾ എപ്പോഴും കണ്ടുവന്നൊരു ശീലം, നമുക്ക് എപ്പോഴും വൈറ്റമിൻ സിയുടെ എണ്ണം, നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് കൂടുതൽ എടുത്താൽ കോവിഡ് മാറും എന്നുള്ള ഒരു മിഥ്യാബോധം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് ആളുകൾ മനസ്സിലാക്കിയിരുന്നു, എന്നാലും ഇപ്പോഴും പോലും ചില ട്രെൻഡ് ഉണ്ട്, വൈറ്റമിൻ സി കഴിക്കുമ്പോൾ പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി വരുമെന്നും നമ്മൾ പണ്ട് കൊടുത്തിരുന്നു. കുട്ടികളുടെ ഫുഡിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ സി, ഇൻക്ലൂഡഡ് സ്വീറ്റ്സിൽ, ജെല്ലീസ്, ഇങ്ങനത്തെ കുറെ പാക്കറ്റ് ഫുഡ്സ് എല്ലാത്തിലും വൈറ്റമിൻ സി ഇൻക്ലൂഡഡ് ആണ്. ജെല്ലീസ് ഇടയ്ക്ക് കിട്ടും, വൈറ്റമിൻ സി ജെല്ലീസ്. അതെ, വൈറ്റമിൻ സി അതർവൈസ് നമ്മുടെ നോർമൽ ഡയറ്റിലുണ്ട്. നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ട സമയങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ജനറലി ഹെൽത്ത് നമുക്ക് ഒട്ടും ഓറലി എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. സോ നമുക്കിപ്പം ഈ വൈറ്റമിൻ സി നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ കോൾഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് പിടിപെടില്ല, അതിനൊരു പ്രിവെൻഷൻ അങ്ങനെ പറയുന്നത് എന്തെങ്കിലും ശരിയുണ്ടോ? ഇല്ല, അങ്ങനത്തെ യാതൊരു റോളും എവിഡൻസും ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ വൈറ്റമിൻ സി എക്സസ് ആയി കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഏത് കാര്യവും നമ്മൾ എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വൈറ്റമിൻ സി ആണെങ്കിലും ഏത് ന്യൂട്രിയൻ്റ് ആണെങ്കിലും നമുക്ക് ബോഡിക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. എക്സസ് ആയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ടോക്സിസിറ്റി ലെവലുണ്ട് നമുക്ക് ബോഡിയിൽ, അത് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ അത് കാരണവശാലും നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടിയോ അല്ലാതെ നമ്മളൊരു ഫിസിഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മാത്രം ഈ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുക. അല്ലാതെ സെൽഫായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും അത് നമ്മൾ അല്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നത് തെറ്റായതാണ്. ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ ശരിക്കും എല്ലാവരും വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു ജേണി ഭയങ്കര കൂടുതലാണ് എല്ലാവർക്കും. അപ്പം അത് എല്ലാവരും സെൽഫായിട്ടാണ് ഡയറ്റ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഇപ്പോൾ കീറ്റോ ഡയറ്റ് വരാം, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വരാം, അതുപോലെ ഡയറി പ്രോഡക്ട്സ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സ്, പിന്നെ കംപ്ലീറ്റ് വെജിയും ഫുഡും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെൽഫായിട്ട് ചെയ്യുന്ന ഡയറ്റ്, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ മിനറൽസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ഡയറ്റ് പ്രാക്ടീസ് ഉണ്ട്. ഒന്ന് കീറ്റോ ഡയറ്റിനകത്ത് നമ്മൾ കൂടുതലായിട്ടും ഫാറ്റ് കൂട്ടിയിട്ട് നമ്മുടെ എനർജി മെറ്റബോളിസം ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കാർബ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗുണത്തേക്കാൾ ഏറെ കുറച്ച് ദോഷങ്ങളുണ്ട് ഇതിനകത്ത്. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ഭാഗങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ നട്ട്സ്, ഇതെല്ലാം കുറച്ച് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട്, അതായത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. നമ്മൾ ബ്ലാൻഡ് ആയിട്ടുള്ള കീറ്റോ ഡയറ്റ് അല്ലാതെ ഇഫ് യു ഗോ ഫോർ പ്രാക്ടീസ്, നമ്മളൊരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ നല്ലൊരു കൺസെപ്റ്റ് തരും. അവരതിൽ ആഡ് ചെയ്യും. അവർ ഈ പറഞ്ഞ ന്യൂട്രിയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റ്സ് തരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പൊതുവെ നല്ലത് തന്നെയാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് വലിയ ദോഷം ഉണ്ടാവാറില്ല പൊതുവെ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഷോർട്ട് ടൈം ഓഫ് ഫാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രിയൻസ് എടുക്കാറുണ്ട്. ആ ഒരു ടൈം ബോഡിക്ക് നല്ലതാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും പൊതുവെ നല്ല രീതിയിൽ ബോഡിയുടെ മെറ്റബോളിസം നടക്കാനും ഒക്കെ ഉള്ള സഹായം. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് റെസ്റ്റാണ് കിട്ടുക. അപ്പോൾ അതുമൊക്കെ ഒത്തിരി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടാറുണ്ട്. പിന്നെ മൂന്നാമത്തെ ആസ്പെക്റ്റ്, ഡയറ്ററി സപ്ലിമെൻറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഡയറ്റ്, അത് പൊതുവെ നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ ബി കോംപ്ലക്സ് പ്രത്യേകിച്ച് B12 അതിൻ്റെ റിച്ച് സോഴ്സാണ് നമ്മുടെ മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ്. ഇതിലൊക്കെ കുറച്ച് റിച്ച് സോഴ്സ്, അത് യോഗട്ട് അല്ലെങ്കിൽ കോട്ടൺ ചീസ്, ഈ വക ഫുഡ് ഐറ്റംസിലൊക്കെ ഒത്തിരി കണ്ടന്റ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് B12 ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ A, D, ഇതിൻ്റെ എല്ലാം ഡെഫിഷ്യൻസീസ് വരാം. സോ വൺ ഓഫ് ദി സോഴ്സ്, നമ്മുടെ വൈറ്റമിൻ ഡിയുടെ വൺ ഓഫ് ദി സോഴ്സ് എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവാം. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒന്നാണ് സൂര്യപ്രകാശം. നമ്മുടെ വെയിൽ
ഭയങ്കര വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് കൺസെപ്ഷൻസ് ഉണ്ട് ആക്ച്വലി. അതിനെ പറ്റിയിട്ട് എന്താണ് ഡോക്ടറിൻ്റെ എക്സ്പ്ലനേഷൻ? വൈറ്റമിൻ ഡി ആക്ച്വലി നമുക്ക് ചില വൈറ്റമിനുകൾ നമ്മുടെ ബോഡി തന്നെ സിന്തസൈസ് ചെയ്യുന്നത്. അതിൽ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രിക്കോഴ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ താഴെയാണുള്ളത്. അപ്പോൾ അതിന് നമുക്ക് സൺലൈറ്റ് അത്യാവശ്യമാണ്. ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കിന്നിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കൺവേർട്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പാവും, പിന്നെ കിഡ്നിയിൽ പോകുന്നു, ലിവറിൽ പോകുന്നു, അങ്ങനെയാണ് ഒരു പ്രോസസ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ സൺലൈറ്റ് അഡിക്വേറ്റ് ആണ്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം സൺലൈറ്റ് കൊണ്ടാൽ കിട്ടുമെന്നോ, അല്ലെങ്കിൽ ഇത്ര വോളിയം വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം സൺലൈറ്റ് കൊടുക്കാമെന്ന് എവിടെ റെക്കമെൻഡേഷൻസ് ഇല്ല. പൊതുവേ നമ്മൾ പറയുന്ന സൺലൈറ്റ് വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഡി അറിയപ്പെടുക. പക്ഷേ ഇപ്പോഴും കണ്ടുവരുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ കൂടുതലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഈവൻ സണ്ണിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും കാണാറുണ്ട്, കുട്ടികളിൽ കാണാറുണ്ട്. പണ്ടൊക്കെ കുട്ടികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഫൻസിയിലൊന്നും നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. പിന്നെ അഡ്വാൻസ് ഏജിലാണ് കൂടുതലും നോക്കിയിരുന്നത്. ഇപ്പോൾ പക്ഷേ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി യങ് ഏജിൽ കാണാറുണ്ട്. അതുമായിട്ട് അസോസിയേറ്റഡ് ഒരുപാട് പ്രോബ്ലംസ് കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ വൈറ്റമിൻ ഇത് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ടയർഡ്നെസ്, ഹെയർ ഫോൾ, പിന്നെ ജോയിൻറ്റ് സിംറ്റംസ് ഉണ്ടാവാം, മൈൽഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. പിന്നെ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ, അതായത് നമുക്ക് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങളുള്ള ആൾക്കാരിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ഇസ് എസെൻഷ്യൽ. ഡയറ്ററി സപ്ലിമെൻ്റ് കൊണ്ട് മാത്രം അത് മീറ്റ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് എന്താണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ഒരു സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും, പ്രത്യേകിച്ച് ആ കാറ്റഗറി ഓഫ് ആൾക്കാരിലും. പിന്നെ ഡിസീസിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ആൾക്കാരിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. അവർക്ക് അത്യാവശ്യമായിട്ടും റീപ്ലേസ് ചെയ്യേണ്ടതാണ് വൈറ്റമിൻ ഡി. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോൾ ഈ യങ് ഏജിൽ പോലും ഒരുപാട് പേർക്ക് ബാക്ക് പെയിൻ, ആങ്സൈറ്റി, ഇങ്ങനെ ഇതെല്ലാം എന്തോ വൈറ്റമിൻ ഡെഫിഷ്യൻസി റിലേറ്റഡ് ആണ് എന്ന് കോമൺ ആയിട്ട് കേൾക്കാറുണ്ട് ഇപ്പോഴത്തെ യങ് സ്റ്റേജിൽ. അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് കണക്ഷൻ ഉള്ളതാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ബയോകെമിക്കൽ പ്രോസസ്സിനും പല സിസ്റ്റത്തിൻ്റെ പല സ്റ്റെപ്പുകളിലും വൈറ്റമിൻ ഡി എസെൻഷ്യലാണ്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അത് വെച്ച് നോക്കുമ്പോഴും ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി, അല്ലെങ്കിൽ സ്ലീപ്പ് അസോസിയേറ്റഡ് ഡിസോർഡേഴ്സ്, പിന്നെ ഹെയർ ഫോൾ, പിന്നെ അല്ലെങ്കിൽ ജനറലൈസ്ഡ് വെൽബീയിങ്, മൈൽഡ് ആർത്രൈറ്റിസ്, ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മോസ്റ്റ്ലി പലരും പല കാര്യങ്ങളും ചെയ്തു, പല ടെസ്റ്റുകളും ചെയ്തൊന്നും കിട്ടിയിട്ടില്ല, ഡയഗ്നോസ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കിട്ടുന്നത് മിക്കവാറും ആ പേഷ്യൻസിനെ കറക്ഷൻ കൊടുക്കുമ്പോൾ വിത്തിൻ ഒരു 4 weeks കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല റെസ്പോൺസ് പേഷ്യൻ്റ് തന്നെ വന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രഗ്നന്റ് വുമനും, അതുപോലെ നമുക്ക് മെനോപോസ് കഴിഞ്ഞിട്ടുള്ള വിമനും. അപ്പം ഇങ്ങനെയുള്ള സ്റ്റേജസിലൊക്കെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വൈറ്റമിൻസിന്റെ ആവശ്യമുണ്ടോ കൂടുതലായിട്ട്? നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറയുന്നത്, നമ്മൾ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഒന്നും നമ്മൾ പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ വൺ. നമ്മൾ ഒരാളല്ല ട്രീറ്റ് ചെയ്യുക, മദർ ആൻഡ് ദി ഫീറ്റസ് ഓർ ബേബി ഇൻസൈഡ്. സോ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആലോചിക്കണം, നമുക്ക് ഒരാൾക്ക് കൊടുക്കേണ്ട ന്യൂട്രിയൻസിൻ്റെ ഡബിൾ വോളിയം കൊടുക്കണം. പക്ഷെ അത് ബൾക്കായിട്ടല്ല കൊടുക്കുക, നമ്മളൊരു വോളിയത്തിലല്ല കാര്യം, നമ്മൾ കൊടുക്കുന്നതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ ക്വാളിറ്റിയിലെ കാര്യം. അപ്പോൾ രണ്ടുപേർക്കും കിട്ടണം. അപ്പോൾ കറക്ഷൻ രണ്ടുപേർക്കും കിട്ടണം. അപ്പോൾ എസെൻഷ്യലി നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മൾ ഐഡിയലി ബിഫോർ സ്റ്റാർട്ടിങ് പ്രഗ്നൻസി, പ്ലാനിങ് പ്രഗ്നൻസി ഇറ്റ് സെൽഫ് ഫോളിക് ആസിഡ് തുടങ്ങുന്നതാണ്. 400 micrograms ഓഫ് ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് റെക്കമെൻഡേഷൻ. അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 12 weeks, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് അടുത്ത സപ്ലിമെൻ്റ്, അതായത് അയൺ ആൻഡ് കാൽഷ്യം നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതൊരു ഫുൾ ഫോളിക് ആസിഡും കണ്ടിന്യൂ ചെയ്യുക ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി. പിന്നെ ബാക്കി അസോസിയേറ്റഡ് കാര്യങ്ങൾ, അതായത് ബാക്കി എസെൻഷ്യൽ എലമെൻസും ന്യൂട്രിയൻസും എല്ലാം അത്യാവശ്യമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ബാക്കിയുള്ള ആൾക്കാരിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന കൂട്ടല്ല പ്രഗ്നൻസിയിൽ ട്രീറ്റ്മെൻറ്റ്. കാര്യം പ്രഗ്നൻസിയിൽ ചില ഫുഡ് ഐറ്റംസ് റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ കോഡ് ലിവർ ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ലൈക്ക് ഡ്രൈ മീറ്റ് അങ്ങനത്തെ ഒന്നും നമുക്ക് അധികം കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അൺപാസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ചില റിസോഴ്സ് പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. പ്രഗ്നൻസിയിൽ വളരെ കെയർഫുൾ ആയിട്ട് സപ്ലിമെന്റ് ചെയ്യാറ്. ഈ ലിവർ കോഡ് ഓയിൽ എന്ന് പറഞ്ഞില്ലേ, അതെന്തോ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് അല്ലേ? അത് അല്ലാതെ വരാറുണ്ട്. omega-3 fatty acids എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രഗ്നൻസിയിൽ കൺസ്യൂം ചെയ്യാൻ പാടില്ല. omega-3 fatty acids ഓക്കെയാണ്, പക്ഷേ കോഡ് ലിവർ ഓയിൽ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ ഓൾ സപ്ലിമെന്റ്സ് നമുക്ക് അലൗഡ് അല്ല. ക്രൂഡ് ലിവറിന്റെ സപ്ലിമെന്റ്സ് ഒന്നും നല്ലതല്ല, ബിക്കോസ് ഹെവി മെറ്റൽസ് ഉണ്ടാവും. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിരിക്കുക. രണ്ടാമത്തെ കാര്യം, ലാക്ടേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിലും നമ്മൾ എസെൻഷ്യലി നമ്മൾ കാൽഷ്യം കുട്ടികൾക്ക് കാൽഷ്യം ഉറപ്പായിട്ട് ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട് കാൽഷ്യം കൊടുക്കുന്നത്. നമ്മൾ റാഗി സപ്ലിമെന്റ്സ് ഒക്കെ യൂഷ്വലി പ്രഗ്നൻസി കഴിഞ്ഞ് നമ്മൾ കുറുക്കെന്ന് പറയും,
ചെറിയ കുട്ടികൾക്ക് ലൈക്ക് വീനിങ് 6 months വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാൽഷ്യം നമ്മൾ ആദ്യമേ തന്നെ കാൽഷ്യം വൈറ്റമിൻ ഡി ഡ്രോപ്സ് ആയിട്ട് കൊടുക്കും കുട്ടികൾക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഒരു 6 months കഴിഞ്ഞ് വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ കാൽഷ്യം സപ്ലിമെൻ്റ്, അതായത് റാഗി കൂരവ് പൊടിച്ച് നമ്മൾ കുറുക്കെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഇപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ പറഞ്ഞ ഗ്രൂപ്പിൽ വരും. വൈറ്റമിൻ ഇൻടേക്കിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ടാബ്ലറ്റ്സ്. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഉണ്ടോ? ഇന്ന ടൈമാണ് നല്ലത്, അത് മോർണിംഗ് ആണോ നൈറ്റ് ടൈമിലാണോ അത് വിത്ത് മീലാണോ അങ്ങനെ? ഇല്ല, പൊതുവേ വൈറ്റമിൻസിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈമിങ്സ് ഒന്നും ഇല്ല. നമ്മൾ ചില ഹോർമോൺസ് ആണ് എപ്പോഴും ഈ ടൈമിങ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുക. ഹോർമോൺ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്ന ഗുളികൾ, ഫോർ എക്സാമ്പിൾ തൈറോയിഡ്, ഇതൊക്കെയാണ് നമ്മൾ എം ടി സ്റ്റൊമക്കിൽ നല്ല അബ്സോർപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കാര്യങ്ങൾ. അപ്പം അതർവൈസ് നമുക്ക് അല്ലാതെ ജനറലി വൈറ്റമിൻസ് എടുക്കുന്നതിന് പ്രത്യേക ടൈമും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. സെയിം എഫക്റ്റ് ആയിരിക്കും എല്ലാം. അതുപോലെ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി ഏതൊക്കെയാണ്? ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് വൈറ്റമിൻ B12 വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് കാണുക. പിന്നെ നമ്മൾ ചില അനീമിയാസ് വർക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കാണാറുണ്ട്. പിന്നെ ഇതിനൊക്കെ നമ്മൾ പൊതുവേ സപ്ലിമെൻറ്റേഷൻസ് ഓറലി തന്നെ ചെയ്താൽ മതിയാവും എപ്പോഴും കോമണസ്റ്റ് ആയിട്ട്. പിന്നെ വേറെ സ്റ്റഡീസ് നമുക്കുണ്ട്. ഇന്ത്യൻ സ്റ്റഡീസിൽ തന്നെ ഇന്ത്യൻ സബ് കാറ്റഗറിയിൽ വരുന്നതിൽ കുറേ ഡെഫിഷ്യൻസീസ്, അയൺ വരാം, പിന്നെ കൊബാൾട്ട്, മഗ്നീഷ്യം, ഇങ്ങനത്തെ കുറേ ഡെഫിഷ്യൻസിയും കൂടുതലായിട്ടും കാണുന്നുണ്ട്. ഇതിനെല്ലാം ഓറൽ സപ്ലിമെൻറ്റേഷൻ ഇസ് ഇനഫ്. നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചില അസുഖങ്ങളുണ്ട്, നമ്മളെ കുടൽ സംബന്ധമായിട്ട് അസുഖങ്ങൾ, സ്റ്റൊമക്കിൻ്റെ ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ B12 അബ്സോർപ്ഷൻ കുറയും, ബോഡിയിലേക്ക് വലിച്ചെടുക്കുന്നതിൻ്റെ അളവ് കുറയും. അങ്ങനെ വരുന്നവർക്കാണ് നമ്മൾ ഇഞ്ചക്ഷനായ വൈറ്റമിൻ B12 ഇഞ്ചക്ഷൻസ് കൊടുക്കുക. അല്ലെങ്കിൽ സിവിയർ ഓസ്റ്റിയോമലേഷ്യ എന്നൊക്കെ പറഞ്ഞ പ്രോബ്ലത്തിനാണ് നമ്മൾ ഇഞ്ചക്ഷനായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുക്കുക. അതർവൈസ് നമുക്ക് ഓറലി തന്നെ കൊടുത്താൽ മതിയാവും. സഫീഷ്യൻ്റ് ആണ്. പണ്ട് ഇത്രയും റെലവൻ്റ് ആയിട്ട് കാണുന്നില്ല. ഇപ്പോൾ നല്ല എൻഗേജിൽ തന്നെ ഗ്രേയിങ് ഓഫ് ദ ഹെയർ നടക്കാറുണ്ട്. ഇത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? ഉണ്ട്. വൈറ്റമിൻ ഇ ആൻഡ് സിങ്ക് ആണ് അത് കോമൺ ആയിട്ടും പറയാം. നമുക്ക് മെലാനിൻ പിഗ്മെന്റ് നമ്മുടെ ഹെയറിനും കൊടുക്കുന്ന മെലാനിൻ പിഗ്മെന്റ് ആണ് നമ്മുടെ ഡാർക്ക് കളർ സ്കിന്നിനും ഹെയറിനും. അപ്പം ആ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ അതിന്റെ മെറ്റബോളിസത്തിന് ആവശ്യം വരുന്ന ഘടകങ്ങളാണ് ഒന്ന് സിങ്ക്, കൊബാൾട്ട്, പിന്നെ ബയോട്ടിൻ, അയൺ. ഇതൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റായി വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ബയോകെമിക്കൽ പ്രോസസ്സിന് വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് ഏർലി ഏജിങ് പറയും, ഗ്രേയിങ് ഓഫ് ഹെയർ. യങ് ഏജിൽ തന്നെ ഗ്രേയിങ് വരാം. അത് ഇതിൽ കാണാറുണ്ട്. വൈറ്റമിൻ ഇ ആണ് കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സോ അതിന് നമുക്ക് എന്തൊക്കെ ഫുഡാണ് നമ്മൾ കോൺസെൻട്രേറ്റ്? വൈറ്റമിൻ ഇ റിച്ച് നമ്മൾ omega-3 ഫാറ്റി ആസിഡ്സിലാണ് വരുന്നത്. പിന്നെ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റിൽ കുറച്ച് വൈറ്റമിൻ ഇ കിട്ടാറുണ്ട്. പിന്നെ കൂടുതലായിട്ടും നമ്മൾ ബാക്കി ഘടകങ്ങൾ, അതായത് നമ്മൾ അയൺ, കൊബാൾട്ട്, ബയോട്ടിൻ പൊതുവേ നമുക്ക് പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ സോഴ്സ് വളരെ കുറവാണ്. ബി കോംപ്ലക്സ് ഇൻ ജനറൽ കിട്ടും. ബയോട്ടിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സിൽ കിട്ടാം. അതർവൈസ് കുറച്ചും കൂടെ അഡീഷണൽ റിക്വയർമെൻ്റ് ഉണ്ട്, ഹെയർ ഫോൾ നല്ല രീതിയിലുണ്ടെങ്കിൽ ബയോട്ടിൻ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള കാറ്റഗറിക്ക്. അതല്ലാതെ നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ജാഗരി, പിന്നെ ബീട്രൂട്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ആംല, ഇതൊക്കെയാണ് അയണിൻ്റെ റിച്ചസ്റ്റ് സോഴ്സ്. പിന്നെ കാൽഷ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, റാഗി, ഇത് റിച്ചസ്റ്റ് സോഴ്സാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഇൻ ജനറൽ നമ്മളിപ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും നമുക്ക് ഡയറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ B12 റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ് ആണ്. പക്ഷെ അത് കഴിക്കാത്തവരാണ് അപ്പോൾ വെജിറ്റേറിയൻസ്, വേഗൻസ്. അപ്പം അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇസ് ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, കേർഡ്, ഇതൊക്കെ എസെൻഷ്യലാണ്. പിന്നെ പനീർ, ഇതിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും B12 സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഫുഡ് ഐറ്റംസിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് അഡിക്വേറ്റ് ആയിട്ട്. ഓക്കെ. അപ്പോൾ സാർ ഈ പറഞ്ഞതുപോലെ വെജിറ്റേറിയൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനും ലൈക്ക് നമ്മൾ ഈ മീറ്റൊക്കെ ഒരുപാട് വൈറ്റമിൻസിൻ്റെ ഒരു കലവറയാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവർക്ക് അത് മിസ് ചെയ്യുമ്പോൾ അവർക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ സപ്ലിമെൻഷൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നമുക്ക് ഫുഡ് ഇറ്റ് സെൽഫ് അത് കവർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. ആക്ച്വലി നമുക്കിപ്പോൾ ജനറലി സ്പീക്കിംഗ് വേണ്ട ആവശ്യമില്ല. പക്ഷേ റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞ ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ, എക്സസ് റിക്വയർമെൻറ്റ് വരുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ചിലപ്പം സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. പൊതുവേ അവർ കഴിക്കുന്ന ഡയറ്റ്സിൽ നോർമലി ഉണ്ടാവും. നമ്മൾ യൂഷ്വലി നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അയണിന്റെ കാര്യം പറയാറുണ്ട്. അയൺ നമ്മൾ പൈക്ക എന്ന് പറയും. അതായത് കുട്ടികളിൽ കാണാറുണ്ട്. അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കൊരു വാർണിംഗ് സൈൻ തരും. കുട്ടികൾ മണ്ണ് വാരി കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ ചില അയൺ അടങ്ങിയിട്ടുള്ള എന്താ പറയുക കീ ചെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിൽ വയ്ക്കും. അപ്പോൾ നമുക്കറിയാം കുട്ടികളിൽ അയൺ ഡെഫിഷ്യൻസിയുടെ ഒരു സൈനാണ് ആക്ച്വലി. ഇറ്റ്സ് കോൾഡ് പൈക്ക. അപ്പോൾ അതുപോലെയാണ് നമുക്ക് ഇതുപോലെ നമുക്ക് ബോഡി തന്നെ റെക്കഗ്നൈസ് ചെയ്ത് ചില കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് തന്നെ ഓൾറെഡി ക്രേവിങ്സ് വരും. നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചിലത് കൺസ്യൂം ചെയ്യും.
ഈവൻ പ്ലാന്റിൽ തന്നെ റിച്ചസ്റ്റ് സോഴ്സ് ഉണ്ട്. റിച്ചസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല, നല്ല ഗുഡ് സോഴ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം B12. അപ്പോൾ അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. പ്ലസ് അതുപോലെ അസോസിയേറ്റഡ് കാര്യങ്ങൾ, യോഗട്ട്, പിന്നെ ചീസ്, കേർഡ്, പിന്നെ ബട്ടർ മിൽക്ക്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഈ ഡയറി പ്രൊഡക്ട്സ്, ഇതൊക്കെ ചെല്ലും. ഈവൻ നമ്മൾ നോൺ വെജിറ്റേറിയൻസ് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യാം. വെജിറ്റേറിയൻസിൻ്റെ കാര്യം പറയുന്നത്, വെജിറ്റേറിയൻസിന് കൂടുതലായിട്ടും ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് മീറ്റിന് പകരമായിട്ടുള്ള. മീറ്റ് ഇൻടേക്ക് എടുക്കുന്നവർക്കും വേറെ രീതിയിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കണ്ടുവരാറുണ്ട്. വരാം. പ്യുവർ മീറ്റ് ഒരിക്കലും നല്ലതല്ല. പ്യുവർ മീറ്റ് വിത്ത് പ്രിപ്പറേഷൻ ആണ് നമ്മൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യാം. സാർ നേരത്തെ പറഞ്ഞു ഈ കുട്ടികളിൽ ഇങ്ങനെ ചെറിയ അതായത് സയൻസ് കാണിക്കും, അതേപോലെ വേറെ എന്തെങ്കിലും അങ്ങനെ സയൻസ്? ബാക്കിയുള്ളതിൽ സിംറ്റംസ്, നമുക്ക് സിംറ്റംസ് ആണ് വരിക. സിംറ്റംസ് അവർ പറയാറുണ്ട്, ഇങ്ങോട്ട് വന്ന് നമ്മൾ സംസാരിക്കും, നമ്മൾ ഭയങ്കര ടയർഡ്നെസ്, കൈകാല് പെരുപ്പ്, തരിപ്പ്, ഓർമ്മക്കുറവ്, ഇതൊക്കെ B12 ഡെഫിഷ്യൻസിയുടെ ഒരു സിംറ്റമാണ്. അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ സയൻസ് കിട്ടും. സയൻസ് നമുക്ക് കാണാറുണ്ട്, നമ്മൾ ന്യൂറോപ്പതിയുടെ സയൻസ് കിട്ടാം, പെരിഫറൽ ന്യൂറോപ്പതി. അതല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴും ബാക്കി ഫൈൻഡിങ്. സിവിയർ ആണെങ്കിൽ നമുക്ക് ഇമേജിങ്ങിലൊക്കെ പോകേണ്ടി വരും. ഇപ്പോഴും നമ്മൾ സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന സബ് അക്യൂട്ട് കമ്പൈൻഡ് ഡീജനറേഷൻ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട്. നമ്മൾ വൈറ്റമിൻ നട്ടലുകളിൽ ബാധിച്ചിട്ട് കൈകാലിന് ശേഷം തലന് ശേഷി ഉണ്ടാവാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ സിവിയർ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് പിന്നെ വൈറ്റമിൻ ഡി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വൈറ്റമിൻ ഡിയിലാണ് നമ്മളെ മുടി കൊഴിച്ചിൽ, ഭയങ്കരമായ ടയർഡ്നെസ്, ഇരുന്നങ്ങ് ഉറങ്ങി പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞ സിംറ്റംസ് വരാറുണ്ട്. പൊതുവെ ഇതെല്ലാം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. പിന്നെ മൈൽഡ് ആർത്രൈറ്റിസും വരാം. നമ്മൾക്ക് ഈ അയൺ ഡെഫിഷ്യൻസി വരുമ്പോൾ കൂടുതൽ പേരും പറയുന്നത് അനീമിക്കാണ്. നമ്മൾ ഈ കണ്ണ് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയിട്ട് അനീമിക്ക, വെള്ളത്തിരിക്കുന്നത് അനീമിക്കാണെന്ന് പറയുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് അയൺ ഡെഫിഷ്യൻസി അറിയാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും സയൻസോ എന്തെങ്കിലും ഉണ്ടോ? രണ്ട് കാര്യങ്ങളാണ് ഇതിൽ. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് കാണുന്നത് അനീമിയ, പെയിൽനെസ്, വിളർച്ച, അതാണ് നമ്മൾ കാണുന്ന കാര്യം. അപ്പോൾ നമ്മൾ എന്താണ് ഇതിന് കാരണമെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയൺ ഡെഫിഷ്യൻസി ആണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ. ഞാനത് പറയാൻ കാര്യം, വേറെ പല കാരണങ്ങൾ കൊണ്ട് അനീമിയ വരാം. അയൺ കൊണ്ട് മാത്രമല്ല, നമ്മൾ കണ്ണ് നോക്കിയിട്ട് അയൺ ഡെഫിഷ്യൻസി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അയണിൻ്റെതാവാം, B12 ഡെഫിഷ്യൻസി ആവാം, ഫോളിക് ആസിഡ് ആവാം, തൈറോയിഡിൻ്റെ കുറവുകൾ പോലും നമുക്ക് അനീമിയ ഉണ്ടാക്കാം. പിന്നെ ചെറിയ ചെറിയ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും വരാം. പക്ഷെ അതൊന്നും സിവിയർ ആയിരിക്കത്തില്ല. പിന്നെ അതല്ലാതെ ബ്ലഡ് സെല്ല് തന്നെ നശിച്ചു പോകുന്ന തരം അനീമിയാസ് ഉണ്ട്, ഹീമോലൈറ്റിക് അനീമിയാസ് എന്ന് പറയും. അങ്ങനെ പലതരം അനീമിയാസ് ഉണ്ട്. ന്യൂട്രീഷണൽ അനീമിയ, B12 ഡെഫിഷ്യൻസി, അതിൽ വരുന്ന ഗ്രൂപ്പ്. അപ്പം അങ്ങനെ പലതരം അനീമിയാസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരിക്കലും നമുക്ക് കാണുന്ന സൈൻ എന്ന് പറയുന്നത്, സിംറ്റം സൈൻ എന്ന് പറയുന്നത് ഇതാണ്, വളർച്ച മാത്രമേ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. എപ്പോഴും അനീമിയ എന്ന് പറയുന്നത് അയൺ അല്ല, ഒരിക്കലും അനീമിയയുടെ ട്രീറ്റ്മെന്റ് അയൺ അല്ല. അനീമിയയുടെ കാരണമാണ് ചികിത്സിക്കേണ്ടത്. അനീമിയയുടെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ഈവൻ നമ്മുടെ ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങളിലോ, ക്രോണിക് അസുഖങ്ങളിലോ, ക്യാൻസർ, ഇതിലെല്ലാത്തിലും അനീമിയ ഉണ്ടാവും. ക്രോണിക് കിഡ്നി ഡിസീസ്, നെഫ്രോളജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഡയാലിസിസ് പോകുന്ന പേഷ്യൻസിന്, ഇവർക്കെല്ലാം പെയിൽനെസ് അല്ലെങ്കിൽ അനീമിയ വരാം. അത് എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്ത് അത് ട്രീറ്റ് ചെയ്യണം. സാധാരണ നമ്മളിപ്പോൾ കേട്ട് വരുന്നത്, വീട്ടിൽ നമ്മൾ കണ്ടുപിടിച്ച് നോക്കുന്ന വിളർച്ചയാണ്, അയൺ കണ്ടന്റ് കൂടിയ ബീട്രൂട്ട്, ഇത് ഇങ്ങനെ ചുമക്കുന്ന സാധനം ഇങ്ങനെയൊക്കെ കഴിക്കാൻ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ മേ ബി അത് മാത്രം ആയിരിക്കില്ല. അപ്പോൾ നമ്മളത് കൺസൾട്ടന്റ് ഡോക്ടറിനെ പോയി കണ്ട് അതിൻ്റെ വേണ്ടതായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് അത് എന്ത് അനീമിയ ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കുക. പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, അനീമിയ ആയിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ ചെറിയ സെൻറ്റേഴ്സിലൊക്കെയാണ് അവർക്ക് ലിമിറ്റഡ് റിസോഴ്സസേ കാണത്തുള്ളൂ. അപ്പം മിനിമം അവർ രക്ഷപ്പെടുത്താനുള്ള രീതിയിൽ അവർ അയണിൻ്റെ സപ്ലിമെൻറ്റ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രണ്ടാമത് അറിയേണ്ട കാര്യം, നമുക്ക് അയൺ ഗുളിക തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകൾ പലതും മാറ്റം വരും. ബ്ലഡിൽ നമ്മൾ രണ്ടാമത് അയൺ ഗുളിക കഴിക്കുന്ന ആളും കഴിക്കാത്ത ആളുടെയും ബ്ലഡ് തമ്മിൽ രണ്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് തമ്മിൽ വ്യത്യാസങ്ങൾ വരും. ആ മാറ്റങ്ങൾ സംഭവിച്ചു കഴിയും. ഓൾറെഡി ബ്ലഡിൽ മാറ്റങ്ങൾ വന്നു കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പാടാണ് പിന്നെ രണ്ടാമത് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ബ്ലഡ് എടുത്തതിന് ശേഷം മരുന്ന് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയഗ്നോസിസ് ഒരിക്കലും മിസ്സാവുന്നില്ല. പേഷ്യൻ്റ് വരുമ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റും ഡിലേ വരുത്തുന്നില്ല. പേഷ്യൻറ്റിന് ഹിസ്റ്ററി എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് ബ്ലഡ് ഡ്രോ ചെയ്തതിന് ശേഷം അപ്പോഴും തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് എന്താ റീസൺ എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഒരുപാട് എനർജി ഡ്രിങ്ക്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതുപോലെ പ്രോട്ടീൻ ഇൻടേക്സ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പം ഫോർ വർക്കൗട്ട് ആണെങ്കിലും ഇല്ലെങ്കിലും ഒരുപാട് അങ്ങനത്തെ ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പ്രോഡക്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഇൻടേക്ക് ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഫുഡിൻ്റെ കൂടെ എടുക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഇവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ? നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കാണാറുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർ
എടുക്കുന്നവർ പ്രോട്ടീൻസ് ആൻഡ് ക്രിയാറ്റിൻ ഒക്കെ എടുക്കുന്നവർ കാണാറുണ്ട്. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് കൊണ്ട് ദോഷമല്ല, പക്ഷേ വളരെ നല്ല സോഴ്സ് ആയിരിക്കുക. നമ്മൾ പലതുണ്ട്. നമുക്കിപ്പം പ്ലാന്റ് പ്രോട്ടീൻസ് ഉണ്ട്, വേ പ്രോട്ടീൻ എന്ന് പറയും, നമ്മൾ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ്. അപ്പം എപ്പോഴും നമ്മൾ റെക്കമെൻഡേഷൻ ടു ടേക്ക് ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ആണ് നമ്മൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യുക. കുറച്ചുകൂടെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളതാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാവുക വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് പ്രോട്ടീനിൽ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് 35+ ഇയേഴ്സിലേ നമുക്ക് ആവശ്യമാണ്. ശരിക്കും സാർക്കോപ്പീനിയ എന്ന് പറയും, മസിൽസിൻ്റെ സൈസ് അല്ലെങ്കിൽ നമ്പേഴ്സ് കുറഞ്ഞു തുടങ്ങും. സാർക്കോപ്പീനിയ 35 ഇയേഴ്സിലേ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയം മുതലേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കണം എന്നാണ് പുതിയ റെക്കമെൻഡേഷൻസ്. അപ്പം ആ സമയത്തെ പ്രോട്ടീൻസ് ഏതെങ്കിലും ഒരു വേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, അതർവൈസ് പ്രോട്ടീൻ ഡയറക്റ്റ്ലി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്, അതും യൂസ്ഫുൾ ആണ്. പിന്നെ എക്സസ് റിക്വയർമെൻറ്റ്സ് ഫോർ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ബോഡി ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ എടുക്കാം. ബട്ട് തിങ് ഈസ് ഇറ്റ് ഷുഡ് ബി എ റിലയബിൾ സോഴ്സ്. സോഴ്സ് റിലയബിൾ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോട്ടീൻസ് എടുത്താലും ഇതിൻ്റെ എല്ലാ എൻഡ് പ്രോഡക്ട്സ് നമുക്ക് യൂറിക് ആസിഡും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ഹൈഡ്രേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലും വളരെ ഡിസ്റ്റർബിങ് ആയിരിക്കും. യൂറിക് ആസിഡ് ലെവൽസ് കൂടാനും കിഡ്നി സ്റ്റോൺസും ബാക്കി കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കി ന്യൂട്രിയൻസ് നമ്മൾ പ്രോട്ടീൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബാക്കി ന്യൂട്രിയൻസിനെ തഴയാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ ആ ന്യൂട്രിയൻസിനെയും കൂടെ കൺസിഡർ ചെയ്യണം. കൂടുതലായിട്ടും ആ ബാക്കിയുള്ള എലമെൻസും കിട്ടുന്ന രീതിയിലും കൂടെ ഡയറ്റ് ഒന്ന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഡെഫിഷ്യൻസി വരാതെ നോക്കാം. പ്രോട്ടീന് മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട, അതിന്റെ കൂടെ ബാക്കിയുള്ള സപ്ലിമെന്റ്സും കൂടെ നമ്മൾ ഡയറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഫുഡ് ഇൻക്ലൂഡഡ് ചെയ്തിട്ട് പോയാൽ നമുക്കതൊരു ഹെൽത്തി ഡയറ്റ് ആയിട്ട് മാറും അല്ലേ? ഒരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് മിനറൽസും ലെവലൊക്കെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ്? ഒന്ന് മെയിനായിട്ടുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിച്ച് പോവാതിരിക്കുക. നമ്മളെപ്പോഴും ഒരു ഹെൽത്ത് കെയർ കൺസൾട്ടൻറ്റിന് അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ ഉള്ള ഒരു കൺസൾട്ടൻറ്റിനെ കണ്ട് അവരുടെ ഒരു ഒപ്പീനിയനിൽ പോവാം. എന്തും ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തും ടോക്സിസിറ്റി എക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ മോണിറ്റർ ചെയ്യാതെ എന്ത് കഴിച്ചാലും നമുക്ക് ടോക്സിസിറ്റി ലെവൽസ് കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. സ്വന്തമായി ചികിത്സിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. എപ്പോഴും ഒരു ഹെൽത്ത് കെയർ കൺസൾട്ടൻറ്റിനെ കണ്ട് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഈ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് ആവശ്യമാണെങ്കിൽ എടുക്കാം. അതർവൈസ് നമ്മുടെ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ഫുഡ്, നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന എല്ലാ ഫുഡ്സിലും ഈ പറഞ്ഞ എല്ലാ ന്യൂട്രിയൻസും അവൈലബിൾ ആണ്. പിന്നെ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ അവർ മാത്രം ശ്രദ്ധിക്കുക. എക്സസ് വേണ്ട ഗ്രൂപ്പ്സ്, പ്രഗ്നൻസി അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹീലിംഗ് സ്റ്റേജ്, വൂണ്ട് ഹീലിംഗ് അല്ലെങ്കിൽ ICU റിക്കവറി സ്റ്റേജ്, ഈ പറഞ്ഞ ആൾക്കാരിൽ മാത്രം കുറച്ച് കൂടുതലായിട്ട് വൈറ്റമിൻസിൻ്റെ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്യാം. ഓക്കെ സർ, നമ്മുടെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള എലമെൻറ്റ്സ് ആണ് മിനറൽസും വൈറ്റമിൻസും എല്ലാം. സോ നമ്മുടെ കൺഫ്യൂഷൻസും എല്ലാം ക്ലിയർ ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.